ഹലോ, അസ്സലാമലൈക്കും. അപ്പൊ ഇന്നത്തെ പരിപാടി കണ്ടാലോ? ഇന്ന് കുറച്ചധികം ഫുഡ് ഉണ്ടാക്കണ്ടോ. അപ്പൊ ഞാൻ കുറച്ച് നേരത്തെ തുടങ്ങിക്കൊണ്ട് പരിപാടിയൊക്കെ. അപ്പൊ പത്തിരി പരത്തിക്കൊണ്ട് നിൽക്കാണ്. പിന്നെ ഉമ്മ വന്നിരുന്നു. ഉമ്മയാണ് എനിക്ക് പൊടിയൊക്കെ വാട്ടി തന്നത്. ഞാൻ പത്തിരി പരത്തിയപ്പോ ഉമ്മ ചുട്ടു, ഉമ്മ പത്തിരി പരത്തിയപ്പോ ഞാൻ ചുട്ടു. അങ്ങനെ പത്തിരി പരത്തലും ചുടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഉമ്മ പോയിട്ടോ. ഉമ്മ 12:30 ആയപ്പത്തിന് ഉമ്മ അങ്ങനെ പോവുകയും ചെയ്തു. പിന്നെ ഞാൻ സമൂസക്കുള്ള ഉള്ളി വാട്ടിയേക്കാലോ വിചാരിച്ചു. അങ്ങനെ സമൂസക്കുള്ള ഉള്ളിയൊക്കെ വാട്ടി വെച്ച് അങ്ങനെ അപ്പത്തിന് ബീഫ് വേവിച്ച് വെച്ചിരുന്നു. അങ്ങനെ ബീഫൊക്കെ വേവിച്ച് വെച്ച് ഞാൻ ബീഫൊക്കെ സെറ്റ് ആക്കിയിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ച് നിസ്കരിച്ചൊക്കെ ചെയ്തു. അപ്പത്തിന് ബാങ്ക് കൊടുത്തിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് ചിക്കൻ കറി ഉണ്ടാക്കി. ചിക്കൻ കറിക്കുള്ള തേങ്ങ അരച്ച് തേങ്ങ ചിലവിൽ തന്ന് വറുത്ത് വെച്ചെന്നിരുന്നു. ബാക്കിയൊക്കെ ഞാൻ ചെയ്തു. പിന്നെ ഞാൻ സമൂസ ഉണ്ടാക്കാനിരുന്നു. സമൂസ ഉണ്ടാക്കി എന്റെ ഇടയിൽ സച്ച് വന്നിട്ടു. സച്ച് എക്സാമിന് പോയിരുന്നു. സച്ച് അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നതാ ഞാൻ സമൂസ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണേ. ഇനി നമുക്ക് പള്ളിക്കത്തെ രണ്ട് ഉസ്താദ്മാർക്ക് ചെലവ് കൊടുക്കാണ്ട് കേട്ടോ. അതാണ് ഞാൻ കുറച്ച് നേരത്തെ തുടങ്ങുകയെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉസ്താദ്മാർക്ക് ചെലവ് കൊടുക്കുന്നത്. അതിന്റെ ഇടയിൽ ഇൻഷിയും ഷാനും വന്നിട്ടോ. സ്കൂൾ കഴിഞ്ഞാണ്ട് വന്നു. ഒരു പള്ളി അസർ ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ആശി വരെയായിട്ട് വരുന്നത്. പിന്നെ ഞാൻ സമൂസ ചുറ്റലൊക്കെ കഴിഞ്ഞാണ്ട് ഞാനിതാ സമൂസ പൊരിക്കാൻ വേണ്ടി നിന്നു. സമൂസ പൊരിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ അസർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് ആശിന്റെ തലയിൽ ഇട്ടുകൊടുത്താണ് ഞാൻ അങ്ങനെ നിസ്കരിക്കാൻ പോയിട്ടോ. അങ്ങനെ ആശി സമൂസയൊക്കെ പൊരിക്കൽ കഴിഞ്ഞാണ്ട് ഇതാ വത്തൊക്കെ കട്ട് ചെയ്യാനും ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നിന്നു. കുറച്ച് നേരത്തെ ചെയ്തിട്ടില്ലെങ്കിലും അത് ഒരിക്കൽ പള്ളിക്കൊക്കെ എത്തിക്കണ്ടേ. അപ്പൊ ആശി അത് കട്ട് ചെയ്യാനൊക്കെ നിന്നിട്ടോ. അങ്ങനെ സമൂസ പൊരിക്കൽ കഴിഞ്ഞ എണ്ണയ്ക്ക് തന്നെ ഞാൻ പഴംപൊരിക്ക് കൂട്ടി വെച്ചിരുന്നു. അപ്പൊ പഴംപൊരി ഉണ്ടാക്കാലോ വിചാരിച്ചു. ഞങ്ങൾ മാത്രമാണെങ്കിലേ ഒരു കടി ഉണ്ടാക്കലുള്ളൂ. പുറത്തുനിന്ന് ആളുണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ പഴംപൊരിക്കും പാടെ കൂട്ടി വെച്ചു. അങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞാണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടി നിന്നു. ജ്യൂസൊക്കെ അടിച്ച് സെറ്റ് ആക്കി വെച്ച് ഇതാ നമ്മൾ ഒരു പള്ളിക്കുന്ന പാത്രം കൊണ്ടിരുന്നു. പണ്ടേ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കണ്ടിരുന്നത്. ഇപ്പൊ പിന്നെ കുറെ കാലമായിട്ട് കാണുകയാണ് ഇങ്ങനത്തെ പാത്രങ്ങൾ. ഉസ്താദുമാരെ ചെലവിന്റെ പാത്രം ഉണ്ടല്ലോ. അങ്ങനെ അതിലൊക്കെ ഞങ്ങൾ സെറ്റ് ആക്കിട്ടോ. പത്തിരിയും ചിക്കൻ കറിയും പിന്നെ ബീഫ് വരട്ടിയതും പിന്നെ എന്താ എണ്ണക്കടിയും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് അങ്ങനെ ആശയൊക്കെ സെറ്റ് ആക്കി വെച്ച് ആശി അത് കൊടുക്കാൻ പോയിട്ടോ. പള്ളിക്കൊക്കെ എത്തിക്കണ്ടേ. ഇതിനൊന്ന് റോഡ് പണി ആയതുകൊണ്ട് അപ്പുറത്ത് കൂടെ പോകണം. അപ്പൊ കുറച്ച് നേരത്തെ ഇറങ്ങിങ്ങാണ്ട് അത് അങ്ങനെ കൊണ്ടേ കൊടുത്ത് ആശി അങ്ങനെ പോയി. പിന്നെ ഞങ്ങള് ടേബിളൊക്കെ സെറ്റ് ആക്കിട്ടോ. എല്ലാവരും സെറ്റ് ആക്കി വെച്ച് അങ്ങനെ ഉസ്താദ്മാരെ ഫുഡൊക്കെ അവിടെ എത്തിച്ചിട്ട് ആശി ഇതാ വന്നിട്ടോ. അപ്പൊ ഇങ്ങനെ ഏകദേശമുള്ള ടൈം ആയിക്കൊണ്ടിരിക്കണ്ടോ. അങ്ങനെ ബാങ്കോ കൊടുത്ത് ഞങ്ങൾ ഇതാ എല്ലാവരും നോമ്പറന്ന്. ഇന്നലെ പിന്നെ ഓരെല്ലാരും പള്ളി പോയിക്കിരുന്നു നോമ്പറക്കാൻ. ഇന്നലെ ഞാനും ഇൻഷി മാത്രം ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ, അസ്സലാമലൈക്കും.